ഗജാനനം കുങ്കുമരക്തവർണം മഹാബലിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂര്യം സുരസൈകനാഥം ദുഹം സദാ ശരണമഹം പ്രപദ്യേ. ഗുരുനാഥനും പ്രണാമം. എല്ലാ സംസാദർക്കും പ്രണാമം. ഇവിടെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച വിഷയം ഗുരുതത്വം, ഗുരുവിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ വൈഷമ്യങ്ങൾ. ഭഗവാൻ ശ്രീ രമണ മഹർഷിയോട് ഗുരുതത്വം അല്ലെങ്കിൽ ഗുരു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നത്രേ, ഗുരുതത്വം മനസ്സിലാക്കണമെങ്കിൽ നീ ആരാണെന്ന് സ്വയം മനസ്സിലാക്കണമെന്ന്. അതായത് അത്ര ലഘുവല്ലാത്തൊരു വിഷയം. ഋകാരശ്ച ഗുണാതീതം, ഋകാരം രൂപവർജിതം. അതായത് ഗുണാതീതവും രൂപവർജിതവുമായിട്ടുള്ള തത്വമാണ് ഗുരുതത്വം. നമുക്ക് സാധാരണക്കാർക്ക് നമ്മൾ സാധാരണ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ മനസ്സിലാക്കാൻ വളരെ ദുർഗ്രഹമായ തത്വം. ഋകാരശ്ച അന്ധകാരസ്തു ഋകാരസ്തന്നിരോധക അന്ധകാര വിനശ്യിത്വാ ഗുരുരിത്യഭ്യദീയതേ. ഋകാരം കൊണ്ട് ഇരുട്ടിനെയും ഋകാരം കൊണ്ട് അത് നിരോധിക്കുന്നത്, ഇരുട്ടിനെ നശിപ്പിക്കുന്നത് ഗുരു. അങ്ങനെയാണ് ഗുരു എന്നുള്ള വാക്ക്. ഇവിടെ അന്ധകാരം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ അജ്ഞാനത്തെയാണ്. അജ്ഞാനത്തെ അന്ധകാരം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകാശം കൊണ്ടാണല്ലോ നമ്മൾ സ്വതവേ അറിവിനെ ഉദ്യോഗിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. അറിവിനെ ചിന്തിക്കുന്നത് പ്രകാശം കൊണ്ടാണല്ലോ. അപ്പൊ അജ്ഞാന വിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ആ തിമിരം ബാധിച്ച് കണ്ണ് കാണാത്തവർക്ക് ജ്ഞാനം നൽകി കണ്ണ് തുറപ്പിക്കുന്നത് ഗുരുവാണ്. അജ്ഞാനം ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഗുരുവിന്റെ ഉള്ളിലുള്ള ആ പ്രകാശം കൊണ്ട് നമ്മുടെ നമ്മളുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കി നമ്മളിലേക്ക് പ്രകാശം പകരുന്നത് ഗുരുവാണ്. അത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അത് ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്, ഗുരു തന്നെയാണ് സാക്ഷാത് പരബ്രഹ്മവും. അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം. ഗുരുവിനെ നമ്മളിപ്പോ സാധാരണ ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിന്റെ രൂപമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരു സാക്ഷാത് അതല്ല. ഗുരു എന്നത് ആ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവമല്ല. ഗുരു സാക്ഷാത് ശിവനാണെന്നെ മനസ്സിലാക്കിക്കൊണ്ടുകൊള്ളണമെന്നാണ് നമ്മുടെ ഗുരു ഗീത പറയുന്നത്. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പരം ദർശനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഗുരുചര്യത്തെ നമ്മൾ പ്രണമിക്കുന്നു. ഗുരുതത്വമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതായത് നമ്മുടെ പ്രപഞ്ച ജഗത്ത് മുഴുവൻ ആരാണ്? ഗുരു തന്നെയാണ്. ഗുരുവിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു തത്വം തന്നെ ഇല്ല. ഭൂമിയിൽ ചലിക്കുന്ന ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് ഗുരു. അതായത് ഗുരു സാധാരണ നമ്മൾ മനുഷ്യനായി കാണരുത്. ഗുരു ഈശ്വരൻ തന്നെയാണ്. ഗുരുവല്ലാതെ വേറൊരു ദൈവവും ഇല്ല. ഗുരുവാണ് സർവവും. ആചാര്യൻ ശാസ്ത്രം പഠിപ്പിക്കുന്നു. ഗുരു ശിഷ്യന്റെ ഉള്ളിലെ ജ്ഞാനദീപ്തി തെളിയിച്ചെടുത്ത് സ്വയം വഴികാട്ടുന്നു. തന്റെ കൈവശമുള്ള ദീപത്തിൽ നിന്നും ശിഷ്യന്റെ ദീപം തെളിയിച്ചു കൊടുക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഉപാസകരുടെ ദീപമാണ് ഗുരു. ആ ഗുരുത്വം എന്നുള്ള 3 അക്ഷരം അത് ഇല്ലാത്തവൻ എത്ര വലിയ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നാലും ഗുരുത്വം എന്നുള്ള 3 അക്ഷരം ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് പറയും. നമ്മുടെ വലിയ പണ്ഡിതന്മാരൊക്കെ കാണില്ലേ, വിദ്യ കൊണ്ട്, അതായത് ഒരുപാട് ശാസ്ത്രജ്ഞാനൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ കാണും. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, ഗുരുത്വം തന്നെ ഉണ്ടാവില്ല. ഡോക്ടർമാരെ കാണും, വൈദ്യന്മാരെ കാണും, അതുപോലെ ജ്യോത്സ്യന്മാരെ കാണും. ഇവരൊക്കെ എന്തുണ്ടാവും? വലിയ ജ്ഞാനം ഉണ്ടാവും, ഒരുപാട് 100,000 ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല? ഗുരുത്വം ഇല്ല. ഗുരുത്വം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിദ്യ ഉണ്ടാവില്ല, നമുക്ക് ഫലിക്കില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവം ഉണ്ടാവില്ല. ആ ഗുരുത്വം 3 അക്ഷരം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് വിദ്യയും നമുക്ക് ഫലിക്കുകയുള്ളൂ. നമ്മളിത് സാമാന്യമായിട്ട് പറയുന്ന ഒരു സ്തോത്രമാണ്. സ്തോത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മാതാപിതാ ഗുരുദൈവം. മാതാവ്, പിതാവ്, ഗുരു ദൈവമാണ്. മാതാവാണ് നമ്മുടെ ആദ്യത്തെ ഗുരു. ഫസ്റ്റ് ഗുരു മാതാവാണ്. എല്ലാവർക്കും ആദ്യ ഗുരു മാതാവാണ്. അമ്മയിൽ നിന്ന് കിട്ടുന്ന ദീക്ഷ, അതുപോലെ തന്നെ സ്വപ്ന ദീക്ഷ, ഇതിനൊന്നും പുരസ്കരണം പോലും ഇല്ലാതെ സിദ്ധിതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാതാവിൽ നിന്ന് കിട്ടിയ ദീക്ഷ നമുക്ക് പുരസ്കരണത്തിന് ആവശ്യമില്ലാത്ത, അതുപോലെ സ്വപ്ന ദീക്ഷ ഇതിനൊന്നും പുരസ്കരണം ആവശ്യമില്ലാത്ത. മാതാവ് നമ്മുടെ പിതാവിനെ പരിചയപ്പെടുത്തും. പിതാവാണ് നമ്മുടെ എവിടെ കൊണ്ടുപോകുന്നത്? ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. ഏത് വിദ്യയും പഠിക്കാനും ഗുരു ആവശ്യമാണ്. സാധാരണ ഭാഷയിൽ നമുക്ക് 3 തരം ഗുരുത്വമാതിനെ തോന്നുന്നു. അധ്യാപകർ, നമുക്ക് 3 തരത്തിലുള്ള ആൾക്കാർ കാണാം. അധ്യാപകർ നമുക്ക് ധാരാളം ഉണ്ടാവും സമൂഹത്തില്. അതായത് നമുക്ക് ധാരാളം അധ്യാപകന്മാർ ധാരാളം ഉണ്ടല്ലോ.
പിന്നെ നമുക്ക് അടുത്ത അധ്യാപകർ നമ്മുടെ വിഷയം പഠിപ്പിക്കും. പക്ഷേ ആചാര്യന്മാർ, രണ്ടാമത്തെ ഘട്ടം ആചാര്യന്മാരാണ് നമ്മൾ കാണാൻ പറ്റുക. ആചാര്യന്മാർ അധ്യാപകരുടെ അത്ര ഉണ്ടാവില്ല. പക്ഷെങ്കിൽ അധ്യാപകരെക്കാൾ ചുരുക്കമായിരിക്കും. അതിനേക്കാൾ ചുരുക്കമാണ് ഗുരു. ഗുരു ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് ജ്ഞാനം പകരുന്ന ഗുരുവാണ്. നമുക്ക് ജ്ഞാനം തരുന്ന ആ ഒരു ഗുരുവാണ് ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ അത് വിരളാണ്, അതിവിരളാണ് ഗുരു. അധ്യാപകർ ധാരാളം ഉണ്ടാവും. അധ്യാപകർ നമ്മളെ വിഷയം പഠിപ്പിക്കും, പിന്നെ നമ്മൾ എന്താകും അത് വിട്ടുകളയും. ആചാര്യന്മാർ നമ്മളെ അത് ആചരിച്ച് കാണിക്കുന്നവർ. ആചാര്യന്മാർ നമുക്ക് യോഗം പഠിപ്പിക്കുന്ന യോഗാചാര്യന്മാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, യോഗം ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ നമ്മളെ സ്ഥപതികള്, പിന്നെ നമ്മുടെ ആര് നമ്മളെ വേറൊക്കെ ഉണ്ടല്ലോ യോഗം, നമ്മളെ കളരി ആശാന്മാർ, ഇതൊക്കെ നമ്മളെ എന്താക്കുക പഠിപ്പിക്കുക ചെയ്യുക. പഠിപ്പിക്കുക വെച്ചാൽ ആചരിച്ച് കാണിച്ചു. അധ്യാപകർ നമ്മളെ പഠിപ്പിക്കരുത്. അയാൾ പഠിപ്പിക്കുന്ന സാധനം എന്താക്കില്ല, അയാൾ ചിലപ്പോൾ പ്രയോഗിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് മദ്യം ഉപയോഗിക്കുന്നത് പറയും, പക്ഷെ അയാൾ ഉണ്ടാക്കും മദ്യം ഉപയോഗിക്കും. അതേസമയത്ത് ആചാര്യന്മാർ നമ്മൾ ആചരിച്ചിട്ട് കാണിച്ചു തരും, എങ്ങനെ വേണം നമ്മുടെ ജീവിതത്തിൽ അത് ആചരിക്കേണ്ടത് കാണിച്ചു തരും. ഗുരു അങ്ങനെയല്ല, നമുക്ക് ജ്ഞാനം തന്നെയാണ് നൽകുന്നത്. വെറുതെ അത് നമുക്ക് ഗുരു നമ്മളെ അധ്യാപകർ നമ്മളെ വിട്ടുകളി. നമുക്ക് ഒരുപാട് അധ്യാപകർ ഉണ്ടാവും, നമ്മളെല്ലാവരും വിട്ടുകളിട്ടുണ്ടാവുമല്ലോ. അതേസമയത്ത് ആചാര്യന്മാർ കുറച്ചും കൂടി കാലം നമ്മുടെ കൂടെ ഉണ്ടാവും, ആചാര്യത്തിൽ കാണിച്ച് കുറച്ചു കാലം കൂടി നമ്മുടെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഗുരു നമുക്ക് എപ്പോഴും നമ്മളെ അത് ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന, നമ്മളെ സ്ഥിരമായി നമ്മളെ കൂടെ തന്നെ കൊണ്ടുനടക്കുന്നു. നമുക്ക് അടുത്ത നോക്കേണ്ടത് ജീവനോടെയുള്ള ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നാണ്. അത് നമുക്ക് രമണ മഹർഷിക്ക് അരുണാചല ജീവനില്ലാത്ത ഒരു ഗുരു, അരുണാചലത്തെയാണ് ഗുരുവായിട്ട് രമണ മഹർഷി കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ അരവിന്ദ മഹർഷി നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞത്, അത് അത്രയും പക്വമതികളായ ആത്മാക്കൾക്ക് എന്താ ആവശ്യമില്ല, അങ്ങനെ അവര് വെറുതെ ഒരു തത്വം മാത്രം ഉൾപ്പെട്ടാൽ മതി, വെറുതെ ഒരു ഇത് മാത്രം മതി, ഒരു സ്ഫുലിംഗം മാത്രം ഉണ്ടായി തന്നെ ആ ഒരു ജ്ഞാനം അങ്ങോട്ട് സമീപിച്ചു. അതേസമയത്ത് നമുക്ക് ഭാഗവത്തിൽ, ഇതുപോലെ നമുക്ക് ഭാഗവത്തിൽ ദത്താത്രേയ ഗുരു ഉണ്ട്. ദത്താത്രേയ ഗുരു 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എല്ലാം ഗുരുക്കന്മാരാണ്. അതായത് വേടനുണ്ട്, വേശ്യുണ്ട്, പക്ഷികളുണ്ട്, ജീവനുള്ളതുണ്ട്, ജീവൻ ഇല്ലാത്തതുണ്ട്, നന്മയുള്ളതുണ്ട്, നന്മ ഇല്ലാത്തതുണ്ട്. അദ്ദേഹം ഒരു വേടൻ, അങ്ങനെ ഒരു പക്ഷീനെ അമ്പയുന്ന സമയത്ത് അദ്ദേഹം കണ്ടിട്ട് അത് നന്മ ഇല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ അദ്ദേഹം അതിനൊരു തത്വം ഉൾക്കൊണ്ടു. അതായത് എന്റെ ശ്രദ്ധ എപ്പോഴും എവിടെ ഉണ്ടായിരിക്കണം, എന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു തത്വം അദ്ദേഹം അതിൽ നിന്നും കണ്ടു. പിന്നെ അതുപോലെ തന്നെ സാധനയിലുള്ള പല പല ഘട്ടങ്ങൾ വരുമ്പോൾ, അതായത് ദുരിതം വിളക്കുമ്പോൾ, ദേവത പ്രത്യക്ഷമാകുമ്പോൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഗുരു അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മാഹി തന്നെ ഇപ്പൊ 3 ശ്രീക്ഷേത്രമുണ്ട്. ഈ 3 ശ്രീക്ഷേത്രത്തിലും അതായത് തനിക്ക് അവർക്ക് പ്രത്യക്ഷപ്പെട്ട ദേവതനെ അവരെന്തൊക്കെയാണ് പ്രതിഷ്ഠിച്ചതാണ്. അത് 3 വലിയ ക്ഷേത്രമാണ്. അതായത് ദേവത പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. നമ്മൾ സ്വയം ചെയ്തതെന്നാൽ ജ്യോത്സ്യമാർക്ക് പോവുക. അപ്പൊ ജ്യോത്സ്യമാർ പറയുന്നത് ഇതുകൊണ്ടായിട്ട് പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറയും. അപ്പൊ അവർക്ക് എന്താ പിന്നെ രക്ഷയില്ല, അവർ രക്ഷസായിട്ടിരിക്കും. അത് നമ്മൾ ബുദ്ധനാഥൻ എപ്പോഴും ഇവിടെ പറയുന്ന വിഷയമാണല്ലോ ആ ഒരു വിഷയം. അപ്പൊ അത് മാത്രമല്ല, അവർക്ക് പിന്നെ ലയം കിട്ടില്ല. നമുക്ക് പ്രത്യക്ഷപ്പെട്ട ദേവത നമ്മൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വളരെ ലയിപ്പിക്കാൻ വേണ്ടി വളരെയധികം എന്തുണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരു നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. നമ്മുടെ ഗുരുവിലുള്ള ശരണാഗതിയാണ് നമ്മുടെ രാമകൃഷ്ണ നരേന്ദ്രനെ ലോകപ്രസിദ്ധനായ വിവേകാനന്ദനാക്കി മാറ്റിയത്. അതുപോലെ ശിവജിയെ ഛത്രപതി ശിവജിയാക്കി മാറ്റിയത്. അനന്തഗിരി ഒരു സംസ്കൃത സ്നാനം ഒന്നുമില്ലാത്ത ഒരു ഗുരുവാണല്ലോ. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് കാണുക. തോടകാചാര്യായിട്ട് പിന്നെ മാറുകയാണല്ലോ, മഹാഗുരുവായി തോടകാചാര്യായിട്ട് മാറിയത് ഗുരുവിന്റെ, അതായത് ഒന്നുമല്ലാത്തവനെ എല്ലാം ആക്കി മാറ്റാൻ ഒരു ഗുരുവിന് കഴിയും. സദ്ഗുരു ലബ്ധിയാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ നേട്ടം. നമ്മൾ ജപം, തപം, വ്രതം, യജ്ഞം, തീർത്ഥസ്നാനം, ധാനം ഇതൊക്കെ ചെയ്തിട്ടും ഈ ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇതൊക്കെ വ്യക്തമാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പം എന്തെന്ന് ചിലരൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യും ധാരാളം, പക്ഷെ പറയും നമുക്കൊരു ഫലം ഉണ്ടാവില്ല, എനിക്ക് കിട്ടുന്നില്ല, ആ റിസൾട്ട് ഒന്നും കിട്ടില്ല, ഞാൻ ധാരാളം വഴിപാടൊക്കെ ചെയ്യലുണ്ട്, പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു ഫലം ഉണ്ടാവില്ല നമുക്ക് തോന്നും. അപ്പൊ അത് ഗുരുവിന്റെ ഒരു, അതായത് ഗുരുദീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ പലതും, അതായത് ഗുരുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണവത്തായി തീരുകയുള്ളൂ. ഗുരുഗീത പറയുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ദുരിതം വിളകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഏറ്റവും വലിയ സുരക്ഷിതമായ അഭയകേന്ദ്രമായിട്ട് ഗുരു വർത്തിക്കും. മുനിമാര്, സർപ്പങ്ങള്, ദേവശാപം, അതുപോലെ തന്നെ കാലമൃത്യുഭയത്തിൽ നിന്നും ഗുരു നമ്മളെ രക്ഷിക്കും. നമ്മുടെ ഭാഗവതത്തിൽ പരീക്ഷത്തിന് ദർശനം എളുപ്പമാണല്ലോ. ഭാഗവതം സുഖമഹർഷി ആ ഒരു ഭാഗവതം തന്നെ നമുക്ക് സ്വതന്ത്രം ഉണ്ടായിരിക്കും, ഭാഗവതം തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ
ശൗരമഹർഷി പരീക്ഷത്തോട് പറയുകയാണ്, അതായത് സർപ്പത്തിന് ഏഴ് ദിവസം കഴിയുന്നുള്ളൂ ബാക്കി. അപ്പൊ 7 ദിവസം കൊണ്ട് രാജാവേ ഭയപ്പെടേണ്ട, 7 ദിവസം ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ ആ ഒരു അഭയം നമുക്ക് ശിഷ്യൻ ഭയപ്പെടുന്ന സമയത്ത് സദ്ഗുരുവാണ് ആ ഒരു അഭയം. ആ അഭയസാണ്, ഈ അഭയമാണല്ലോ നമ്മൾ എല്ലാവരും തേടി പോകുന്നത്. ഏത് അമ്പലത്തിലാണെങ്കിലും, ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു എല്ലാവരും നമ്മൾ തേടി പോകുന്നത് ഈ അഭയമാണല്ലോ. ആ അഭയം, ആ ശാന്തി, ഇതാണ് നമ്മുടെ ഗുരുവിന്റെ ലക്ഷണം. അതായത് നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടില്ല. നമ്മുടെ ഗുരുനാഥൻ അങ്ങനെ തന്നെ എത്ര വലിയ പ്രശ്നം വന്നാലും പറയും ഒന്നും പേടിക്കേണ്ടാവില്ല. ശിഷ്യന്മാർക്ക് ഏറ്റവും സുരക്ഷിതമായ അഭയസ്ഥാനം അത് ഗുരു തന്നെയാണ്. അത് ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർക്കൊക്കെ ശീലം ഉണ്ടാവും. അതായത് ഇവര് എന്താക്കും, നമ്മളോട് പറയും പേടിക്കണ്ടാവുന്നില്ല, സൂക്കടില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി മുക്കാലുണ്ടാവും സൂക്കടങ്ങ് പോകും. അപ്പൊ നമുക്ക് ആ ഒരു ഭയമില്ലാത്ത ആവശ്യത്വം, അത് ഗുരുതത്വമാണ്. ആ ഭയം ശിഷ്യന് കൊടുക്കുന്ന ആ അഭയതത്വം. നമ്മുടെ രണ്ടാമത്തെ ഗർഭമാണ്. അത് ജ്ഞാനം നേടുന്നവരെ നമ്മൾ ഗുരുഗർഭത്തിലാണെന്ന് പറയപ്പെട്ടിരിക്കുന്നത്. അത്ര സുരക്ഷിതം, അതായത് ഗർഭത്തിലിരിക്കുന്ന അവസ്ഥ പോലെ അത്ര സുരക്ഷിതമാണ് ഗുരുവിന്റെ സാമീപ്യം. അപ്പൊ വിത്തുകൃഷ്ണൻകുട്ടി ഗുരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഓഷോ അതിന് കൃത്യമായിട്ടൊരു മറുപടിയാണ് കൊടുത്തത്. അതായത് ഗുരു ആവശ്യമില്ല എന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആര് വേണം? ഒരു ഗുരു വേണം. അപ്പൊ മുമ്പേ ആ വഴിയെ പോയ ഒരാളാണ് ഗുരു. അപ്പൊ നമ്മൾ പോകേണ്ട, സഞ്ചരിക്കേണ്ട ആ ജ്ഞാനത്തിന്റെ വഴി മുമ്പേ പോയാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് പോലെ, ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് സത്യം കണ്ടു കഴിഞ്ഞാൽ ഒരു വഴി അറിയില്ലെങ്കിൽ ആ വഴിയിലേക്ക് കൃത്യമായിട്ട് ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മാപ്പ് ഉപയോഗിച്ച് കൃത്യമായി പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിലാണ് പല എത്തിപ്പെടുന്നത്. ഇവിടെ അറുപടത്തെ സ്ത്രീന്റെ കുറെ ആളുകൾ നോക്കി അവസാനം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് വന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായ ഒരു വഴി, ആ വഴിയിൽ മുമ്പേ സഞ്ചരിച്ച ആ വഴിയിലെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അറിയുന്നത് ഒരു ഗുരുവാണ്. അപ്പൊ ജീവനുള്ള ഒരു ഗുരു എന്തായാലും നമുക്ക് എന്തുതന്നെയാണ്? അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ആരൊക്കെ ഗുരുക്കന്മാരായിട്ട് നമുക്ക് വരാന്നുള്ളതാണ്. ജനിതാച്ച ഉപനയതാച്ച യശ്ച വിദ്യാം പ്രയശ്ചതി അന്നദാത ഭയത്രാത പഞ്ചദേ ഗുരുവസ്മൃത. ജനിതാച്ച അതായത് നമുക്ക് ജന്മം നൽകിയവർ, അച്ഛൻ അമ്മ. ഉപനയതാച്ച അതായത് ഉപനയനം കഴിച്ചവർ, അതായത് ഉപനയനം ആരാണോ നമുക്ക് നൽകിയിട്ട് നല്ലത്. യശ്ച വിദ്യാം പ്രയശ്ചതി നമുക്ക് വിദ്യ നൽകിയവർ. അന്നദാത ഭക്ഷണം നൽകിയവര്. ഭയത്രാത അതായത് നമ്മുടെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചവർ. ഇവർക്കൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അഞ്ചാളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില സമയത്ത് ഈ ഗുരുദുരിതൊക്കെ വരും. അപ്പൊ ഇവരൊക്കെ പെടാം, ആ ഗുരുവിന്റെ സ്ഥാനത്ത് ഇവരൊക്കെ പെടാന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഗകാരോ സിദ്ധിക പ്രോക്തോ രേഖഭാവസ്യ ദാഹക ഉകാര ശംഭുരു ത്രിതാത്മാ ഗുരുരിത്യഭ്യദീയതേ. ഗകാര സിദ്ധിക പ്രോക്തോ, ഇവിടെ ഗകാരം ഗുരു സിദ്ധി നൽകുന്നവരാണ്. എല്ലാ സിദ്ധി, നമ്മുടെ അണിമ പോലത്തെ സകല സിദ്ധികളും, അതുകൂടാണ്ട് ഏറ്റവും ഉപരിയായ സിദ്ധിയായിട്ടുള്ള നമ്മുടെ സ്വരൂപജ്ഞാനം, നമ്മുടെ മനുഷ്യന്റെ ആത്മജ്ഞാനാണ്. പക്ഷേ അങ്ങനെ എല്ലാ സിദ്ധികളും ഗുരുവിന്റെ അടുത്ത് നമുക്ക് കിട്ടും. അങ്ങനെ ഉള്ള ഒരു ഗുരുവിനെ വേണം നമ്മൾ അന്വേഷിക്കണം. എല്ലാ സിദ്ധിയും നൽകാൻ പറ്റുന്ന, ആത്മജ്ഞാനം പൂർണ്ണമായി നൽകാൻ പറ്റുന്ന ഗുരുവിനെ. ഏകഭാവസ്യ ദാഹക അതായത് നമ്മുടെ കർമ്മദുരിതം മുഴുവനും ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാണ്ടാവും. അതെല്ലാ രകാരം ഇവിടെ ഉദ്ദേശിക്കുന്നത് അഗ്നിബീജാണ്. രകാരം നമ്മൾ അഗ്നിബീജായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാ കർമ്മ ദുരിതങ്ങളും ഗുരുവിന്റെ അനുഗ്രഹത്താൽ എന്താവുകയാണ്? ദഹിക്കപ്പെടുകയാണ്. അത് നമ്മൾ സ്വന്തം കുറെ ദുരിതങ്ങളൊക്കെ വരും, ഇടകി വരും. അതൊക്കെ ഗുരുവിനെ കൊണ്ട് ഇട്ടുകൊടുക്കരുത്. എന്താക്കണം? അതായത് സമയത്ത് നോക്കി പരിഹരിച്ചുകൊള്ളണം. ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്കിലും ഗുരു ഇത് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശിഷ്യനെ കിട്ടുന്ന സമയത്ത് ഇയാൾക്ക് എത്ര കർമ്മ ദുരിതമുണ്ട്, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ ഉള്ളത്. അതുപോലെ ശിഷ്യനെ ഒന്ന് നോക്കണം, ഈ ഗുരുവിന് പരിഹരിക്കാൻ പറ്റുന്ന കർമ്മദുരിതം ആണോ എനിക്കുള്ളത്. അതായത് എനിക്കുള്ളതിന് അനുസരിച്ചുള്ള കർമ്മദുരിതം ഗ്രഹിക്കാൻ പറ്റുന്ന ഗുരുവിനാണോ നമ്മൾ നോക്കി കഴിയുക. നമ്മള് കർമ്മദുരിതം നമുക്കല്ല അറിയാം, എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നൊക്കെ അറിയും. അപ്പോ ഇവിടെ ഉകാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ശിവൻ തന്നെയാണ്. അപ്പൊ അത് മൂന്നും ചേർത്ത് അത് ഗുരു ശിവൻ തന്നെയാണ്, മനുഷ്യ രൂപത്തിലുള്ള ഈശ്വരൻ. ഇവിടെ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രണ്ടും ഉണ്ട്. അതായത് കർമ്മദുരിതം നീക്കുന്നു, അതുപോലെ തന്നെ സിദ്ധി നൽകുന്നു, കൂടാതെ ശിവനും കൂടിയാണ്. അപ്പൊ ഗുരു ശിവൻ തന്നെയാണെന്നാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എപ്പോഴും കണ്ടുപിടിക്കുന്നത് സാധാരണ മനുഷ്യ രൂപത്തിലാണ് ഗുരുവിനെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഗുരു ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ എപ്പോഴും കാണാൻ. പിന്നെ ഇവിടെ നമുക്ക് 7 തരത്തിലുള്ള ഗുരുക്കന്മാരെ ഗ്രേഡായിട്ട് പറഞ്ഞിരിക്കുന്നു. സൂചക ഗുരു, നമ്മൾ ലൗകികമായിട്ടുള്ള ബാഹ്യശാസ്ത്രങ്ങൾ നല്ലോണം പഠിപ്പിക്കുന്ന ഗുരു. ആ ഗുരു നമുക്ക് വർദ്ധിയൊന്നല്ല. അത് നമ്മൾ സാധാരണ നമുക്ക് ലൗകികമായിട്ടുള്ള വിദ്യകളും ആവശ്യമാണല്ലോ. അതായത് നമുക്ക് പൈസ സമ്പാദിക്കണം,
ജീവിതമുണ്ട്. അപ്പം ആ ഗുരു ആവശ്യമാണ്. അപ്പൊ സൂര്യകൻ ലൗകികമായിട്ടുള്ള ബാഹ്യശാസ്ത്രങ്ങൾ നല്ലോണം പഠിപ്പിക്കുന്ന ഗുരുവാണ്. രണ്ടാമത്തെ ഗ്രേഡിൽ വാചകനാണ്. അത് വർണ്ണാശ്രമങ്ങൾ ചില ധർമ്മ അധർമ്മം പറയുന്നത്, അതായത് നമ്മുടെ ബ്രാഹ്മണർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ക്ഷത്രിയം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ പാടില്ല ഇങ്ങനെ പാടുന്നൊക്കെ പറഞ്ഞാൽ അത് അവരാണ് വാചകൻ. പിന്നെ ബോധക ഗുരു. ബോധക ഗുരു പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ഗുരുവാണ് ബോധക ഗുരു. അത് ആദ്യത്തെ രണ്ടിനേക്കാളും ഉത്തമമാണ് ആരെയും മൂന്നാമത്തെ ബോധക ഗുരു. ഏത് ഉത്തമം അല്ല അർത്ഥം, അത് കൂടുതൽ ഉത്തമമാണ്. നമ്മുടെ ആധ്യാത്മികമായ ചിന്തയിൽ കൂടുതൽ ഉത്തമമാണ്. പിന്നെ നാലാമതായി പറഞ്ഞിരിക്കുന്നത് നിഷിദ്ധ ഗുരുവാണ്. നമ്മുടെ മോഹനം, മാരണം, വശ്യം തുടങ്ങിയ തുച്ഛ മന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ഗുരു. അതായത് നമ്മുടെ ഇത്തരം ഗുരുക്കൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അത് നിഷിദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിഷിദ്ധ ഗുരു എന്നാണ് ആര് ശിവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിഹിതനാണ്. ദുഃഖനിലയമായ ഈ ലോകം നിത്യാനിത്യ ബോധം ഉണ്ടാക്കുന്ന നമ്മുടെ ഭാഗവത ആചാര്യം പോലത്തെ ആൾക്കാർക്ക് അതൊക്കെ നമുക്ക് അതിൽ ഉണ്ടാക്കിയത്. അതായത് ഈ ലോകം ദുഃഖകരമാണ്, അതുകൊണ്ട് ഏതാണ് നിത്യ അനിത്യ വസ്തു ബോധം ഉണ്ടാക്കുന്ന വൈരാഗ്യ സ്ഥാനം ദർശിക്കുന്ന ഗുരു. പിന്നെ കാരണഗുരു. തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്ന സംസാര രോഗത്തിന് വൈദ്യനായിട്ടുള്ള ഗുരു, അതാണ് കാരണഗുരു. ആറാമതായി പറഞ്ഞിരിക്കുന്ന കാരണഗുരു. ഇത്രയും ഗുരു നമ്മുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് ഗുരുവിനെ നമുക്ക് കിട്ടുള്ളൂ. ഈ പറഞ്ഞ 6 ഗ്രേഡുകളുടെ ഗുരുക്കന്മാരേക്ക് ചിലപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത്. അടുത്തടുത്ത ജന്മങ്ങളിലായിരിക്കും ചിലപ്പോൾ പരമഗുരുവായിട്ട് 7ാമതായി പറഞ്ഞിരിക്കുന്ന പരമഗുരുവിനെ കിട്ടുക. എല്ലാ സംശയങ്ങളെയും വേരോടെ പിഴുതു കളയുന്നവനും ജനന മരണ ഭയത്തെ നശിപ്പിക്കുന്നതിനുമായ ഗുരു. അതായത് നമുക്ക് പൂർണ്ണ ജ്ഞാനം നൽകുന്ന ഗുരു. അതായത് നമ്മുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് ഗുരുവിനെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ത്രികോണം ഏത് ലെവലിരിക്കുന്നു, നമ്മൾ ഏത് ലെവലിരിക്കുന്നു അതനുസരിച്ച് നമ്മുടെ അർഹതയാണ് അതിന്റെ ബേസ്. അനേക ജന്മം പുണ്യം കൊണ്ട് മാത്രമേ മഹാഗുരുവിനെ ലഭിക്കുകയുള്ളൂ. ലഭിച്ചു കഴിഞ്ഞാൽ സംസാര ബന്ധം ശിഷ്യന് വീണ്ടും ഉണ്ടാവുകയില്ല. അതായത് മോക്ഷം തന്നെ കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. നിഷിദ്ധ ഗുരുവിന്റെ ശിഷ്യൻ ദുഷ്ടസങ്കല്പത്തിൽ ദുഷിക്കപ്പെട്ടവനായി ബ്രഹ്മപ്രളയം വരെ മർത്യനായി പുനർജനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും കർമ്മത്തിനായി മാറും. ആ പറഞ്ഞിരിക്കുന്ന നമ്മുടെ 4ാമതായി പറഞ്ഞിരിക്കുന്ന നിഷിദ്ധ ഗുരുവിന്റെ, അതായത് മോഹനം, മാരണം, വശ്യം പോലത്തെ മന്ത്രങ്ങൾ ചെയ്യുന്ന ഗുരുവിന്റെ ശിഷ്യനായി കഴിഞ്ഞാൽ ലോക അവസാനം വരെ എന്തുണ്ടാവില്ല, ഇനി മനുഷ്യനായിട്ട് പുനർജനിക്കുകയില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശംഭുവാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ ദർശനത്താലാണോ മനസ്സിന് സന്തോഷവും ധൈര്യവും ശാന്തിയും ഉണ്ടാവുന്നത് അദ്ദേഹമാണ് പരമഗുരു. നമുക്ക് പരമഗുരുവിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ്. അതായത് നമുക്ക് ഗുരുവിന്റെ അന്വേഷണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടദേവത, അത് പറയുന്നത് നമ്മൾ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുകയാണ് അതിനുള്ള ഒരു വഴി. നമ്മുടെ കൃത്യമായ ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള വഴി ഇഷ്ടദേവത. ചിലർ സങ്കല്പിക്കുന്നത് ഇഷ്ടദേവത തന്നെയാണ് ഗുരുവിന്റെ രൂപത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് നിരന്തരം ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കാം. എന്ത്, എനിക്ക് നല്ലൊരു ഗുരു തരണേ, നല്ലൊരു ഗുരു തരണേ. പിന്നെ ദീക്ഷ ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ, അതായത് നമ്മുടെ അഷ്ടാക്ഷരം, പഞ്ചാക്ഷരം ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ദീക്ഷ ആവശ്യമില്ലാത്തത് ജപിക്കുക. നമ്മുടെ അർഹത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ദേവിയുടെ മന്ത്രങ്ങൾ അമ്മേ നാരായണ പോലുള്ള ചെറിയ ചെറിയ മന്ത്രങ്ങളെ ജപിച്ചുകൊള്ളൂ. ബാക്കി ദേവിയുടെ എല്ലാ മന്ത്രങ്ങൾക്കും ദീക്ഷ ആവശ്യമാണ്. ശിഷ്യൻ പാകമാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് ശിഷ്യന്റെ പാകതയാണ് ഗുരു പ്രത്യക്ഷപ്പെടാനുള്ള യോഗ്യത. ഗുരു ഒരു പരമ്പരയുടെ കണ്ണിയാണ്. അതായത് ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞൊരു വഴിയാണ്. അതായത് ഗുരു നമ്മളെ എപ്പോഴും എന്താണ്, ഒരു പരമ്പരയിലെ കണ്ണിയാണ് ഗുരു. ആ പരമ്പരയിൽ ഏതെങ്കിലും ഗുരുക്കന്മാർക്ക് ജ്ഞാനം ഉണ്ടോ എന്ന് നോക്കണം എന്നാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജ്ഞാനമുള്ള ഗുരു ആ പരമ്പരയിൽ ആർക്കെങ്കിലും ജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എന്തിട്ടുള്ളൂ, ആ ജ്ഞാനം കിട്ടുള്ളൂ. ഗുരുനാഥൻ നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു, പരാപരഗുരു. ഇതിൽ ഏതെങ്കിലും ആൾക്ക് എന്തുണ്ടായിട്ടുണ്ടോ, ജ്ഞാനമുള്ള ഗുരുക്കന്മാർ ആ പരമ്പരയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അങ്ങനെയുള്ള ഗുരു പരമ്പരയിൽ നിന്ന് വേണം നമ്മൾ ദീക്ഷ എടുക്കാൻ. നമ്മള് ദേവതക്കും എന്ത് വേണം, ജ്ഞാനമുള്ള ഗുരു ഉണ്ടെങ്കിൽ അവരുടെ ദേവതക്കും എന്തുണ്ടായിരിക്കും, ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ ഗുരു പരീക്ഷ തന്നെ കൃത്യമായിട്ട് നമ്മളെല്ലാ തന്ത്രകർമ്മങ്ങളിലും പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ നോക്കുക, ഇങ്ങനെയൊക്കെ ഗുരുവിനെ പരീക്ഷിക്കണ്ടേ എന്നുള്ളത്. നമുക്ക് അങ്ങനെ മാർഗം ഇല്ലെങ്കിൽ നമ്മൾ ജ്യോതിഷം വെച്ച് നോക്കാം. വേറെ വഴിയില്ലെങ്കിൽ ഈ ഗുരു എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. പിന്നെ പരമ്പരയിലെ മറ്റു ശിഷ്യന്മാരുടെ അനുഭവങ്ങളൊക്കെ നോക്കുക, എങ്ങനെയുണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി നോക്കുക. അങ്ങനെ അനുഭൂതിമാനായിട്ടുള്ള ഒരു ഗുരുവിനെ വേണം നമ്മൾ തേടിയെത്താൻ. അങ്ങനെ അനുഭൂതിമാനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തി ആ കണ്ടെത്താൻ, ഇങ്ങനെ ഈ ഗുരുവിനെ കണ്ടെത്താൻ നമുക്ക് ശിഷ്യനും അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ വേണം. അപ്പൊ തീവ്ര വൈരാഗ്യമുള്ള മുമുക്ഷുവായിട്ടുള്ള ശിഷ്യൻ വേണം
ഇങ്ങനെ പരമഗുരുവിനെ അന്വേഷിച്ച് പോകാൻ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഗുരുവിനെ കിട്ടുള്ളൂ, അല്ലാണ്ട് പരമഗുരുവിനെ കിട്ടാൻ അസാധ്യമാണ്. അപ്പൊ ഗുരു ഇനി നെക്സ്റ്റ് ഗുരുവിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യ എങ്ങനെ നേടുന്നതാണ് ഗുരുപസദന വിധി എന്ന് അതിന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രണിപാതം, പരിപ്രശ്നം, സേവ, ഇതാണ് 3 മാർഗങ്ങൾ. അത് പരിപൂർണമായ സാഷ്ടാംഗ നമസ്കാരമാണ് പരിപാതം. അതായത് നമ്മുടെ എല്ലാ കർമ്മ ദുരിതങ്ങളും അതായത് ഭസ്മമാക്കുന്ന വിധത്തില്, അതായത് നമ്മുടെ എല്ലാ അഹംബോധവും ആരുടെയെങ്കിലും ഒരാളുടെ കാലിൽ നമ്മുടെ എല്ലാ അഹങ്കാരം പോണ്ടേ. ഞാൻ വലിയാണ്, എന്തുകൊണ്ടും അഹങ്കാരമാണല്ലോ. ഞാൻ പൈസക്കാരനാണ്, അല്ലെങ്കിൽ പൈസ ദാനം കൊടുത്ത ഞാൻ ദാനം കൊടുത്ത ദാനം, സൂക്ഷ്മമായിട്ടുള്ളത് അവരഹങ്കാരം. അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ സ്ഥൂലമായിട്ടുള്ള ഞാൻ പൈസ ഉണ്ട്, വിദ്യ ഉണ്ടെങ്കിൽ വിദ്യ ഉണ്ട് എന്നല്ല. ഈ അഹങ്കാരം മുഴുവനും ഭസ്മീകരിക്കുന്ന വിധത്തിൽ വേണം ഗുരുവിനെ പ്രണിപാതം, അതായത് സാഷ്ടാംഗമായിട്ടുള്ള നമസ്കാരം. സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരമാണ്. ആ നമസ്കരിക്കുന്ന സമയത്ത് വെറുതെ ഞാൻ ക്യാമറയെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ചെയ്യുമല്ലോ. അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ മുമ്പിൽ നമ്മളിത് പോസ് ചെയ്യും. അത് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് പോസ് ചെയ്ത് ഫോട്ടോ എടുക്കും. ഇങ്ങനെയുള്ള ബാഹ്യമല്ല, ആന്തരികമാണ് അത് നമസ്കാരം. പിന്നെ പരിപ്രശ്നം, അത് ദേശകാലങ്ങളെ നോക്കി വീണ്ടും വീണ്ടും ചോദിക്കുക ഗുരുവോട്. നമ്മൾ ആദ്യമൊക്കെ ചെയ്യും പോലെ വീണ്ടും വീണ്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ ചോദിച്ച് അറിയാം. പിന്നെ ഗുരുസേവ ചെയ്യുക. ഗുരുസേവ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഗുരുസേവന്റെ മഹത്വം നമുക്ക് പിന്നീട് വീണ്ടും വേണമെങ്കിൽ വിശദീകരിക്കാം. അതായത് ഇതിൽ 3 പേരുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്യാം, ഗുരുവിനെ പറ്റിക്കാം. അതായത് ഒരു രീതിയാണ്, അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ 3നും നമുക്ക് വേറൊരു ഗുണം ഉണ്ടായിരിക്കണം. ശ്രദ്ധ ഉണ്ടായിരിക്കണം, താല്പര്യം ഉണ്ടായിരിക്കണം. ശ്രദ്ധവാൻ ലഭതേ ഞാൻ, അതായത് ശ്രദ്ധയുള്ളവനെ എന്ത് കിട്ടുള്ളൂ, ജ്ഞാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താല്പര്യം ഉണ്ടായിരിക്കണം, ഗുരു പറയുന്നത് ചെയ്യാൻ താല്പര്യം. ചിലർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇല്ല ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ദിവസം ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ എനിക്ക് കഴിയില്ല, ഇന്ന് ഞാൻ ചെയ്യുന്നില്ല, മാസങ്ങളായി ഞാൻ ചെയ്യുന്നുണ്ട്, നിനക്കൊരു ഫലമില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും വൃത്തിക്കളി. അങ്ങനെ ചെയ്താൽ കാര്യമില്ല. അതുപോലെ തന്നെ ഇന്ദ്രിയ സംയുക്തം വേണം. നമ്മൾ ഗുരു പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ മാംസം കഴിക്കുന്നുണ്ട്, മാംസം കഴിക്കരുത്. അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് വേണം സംയമത്വം. ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. പിന്നെ ഗുരുഗീതയിൽ തന്നെ കുറച്ച് ഗുരുവിന് വേണ്ടി നമ്മൾ തേടുന്ന സമയത്ത് കുറച്ച് ഗുരുവിനുണ്ടായിരുന്ന നമുക്ക് ഗുണങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നുണ്ട്. അത് സുചരിത്രനായ ഭഗവത് ഭക്തിയുള്ള കുടുംബത്തിലാണോ ഗുരു ജനിച്ചിരിക്കുന്നത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രണത്തിലാണോ ഗുരുവിന്റെ നോക്കുകയാണ്. ഇപ്പൊ പറയാനത് മാത്രമേ ഉള്ളൂ, ഇത് ചെയ്യാൻ പാടില്ല. അതായത് ഇതൊക്കെ ഗുരുവിനെ അന്വേഷിക്കുന്ന മുമ്പേ ചെയ്യണം. ദീക്ഷ എടുത്ത ശേഷമല്ല, ദീക്ഷയ്ക്ക് മുമ്പേ പരീക്ഷ വേണം. ദീക്ഷ എടുത്ത ശേഷം ഇതൊന്നും പാടില്ല. മന്ത്രശാസ്ത്രത്തിൽ അറിവുണ്ടോ, ദയാലുവാണോ, സത്യസന്ധതയുണ്ടോ, വേദാംഗ പാണ്ഡിത്യമുണ്ടോ, ശാന്തനാണോ, ഇതൊന്നും കൂടാണ്ട് അച്ഛനും അമ്മയും നന്നായിട്ടുണ്ടോ, ആശ്രമധർമ്മം, അത് ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥാശ്രമധർമ്മം പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സുപ്രതിഷ്ഠിതനാണോ, അതായത് നമ്മള് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള ആ ഒരു സുപ്രതിഷ്ഠിത. നമ്മുടെ ഗുരുനാഥനെ പോലെ ഞാൻ ആര് വന്നില്ലെങ്കിൽ പരിപാടി നടത്തും. അപ്പൊ ശിഷ്യന്മാർ പാലിക്കേണ്ട ചില നിഷ്ഠകളാണ്. ഗുരുവിനെ നീ എന്ന് സംബോധന ചെയ്യുന്നവൻ, ഗുരുവിനോട് തർക്കിക്കുന്നവൻ ഘോരവനത്തിൽ വെള്ളം പോലും കിട്ടാതെ ബ്രഹ്മരക്ഷസായി അലയുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുവിനെ നീ സംബോധന ചെയ്യരുത്, ഗുരുവിനോട് തർക്കിക്കരുത്. അവൻ ഘോരവനത്തിൽ വെള്ളം പോലും കിട്ടാതെ ബ്രഹ്മരക്ഷസായി അലയും. ഇത് ജ്യോതിഷ പുസ്തകങ്ങളിൽ കാണാറുണ്ട്. ബ്രഹ്മരക്ഷത്തിന്റെ രൂപീകരണത്തിന് ഒരു കാരണം ഗുരുവിനെ തർക്കിക്കുക, ഗുരുവിനെ നീ സംബോധന ചെയ്യുന്ന കാര്യം. പിന്നെ ഗുരുവിന്റെ സമീപത്തിൽ അദ്വൈതം ഒരിക്കലും ചെയ്തുകൂടാ. പക്ഷെ സാധന ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉപാസകൻ നമുക്ക് 5 കാര്യങ്ങൾ ഒന്നാണ്. അതായത് ഉപാസകൻ, ചക്രം, വിദ്യ, ഗുരു, ദേവി. ഈ 5 കാര്യങ്ങൾ ഏകഭാവത്തിൽ കാണുന്ന ഗുരു പറഞ്ഞിരിക്കുന്നത്. 5ഉം ഒന്നാണ്. അതായത് ഐക്യത്വം. ഒന്ന് എതിരായാലും എല്ലാം എതിരാവും. അതായത് ഇതിൽ ഗുരു എതിരായി കഴിഞ്ഞാൽ ബാക്കിയൊന്നും ചെയ്യാൻ ചെയ്തിട്ട് കാര്യമില്ല. 5ഉം എന്താവും? നമുക്ക് എതിരാവും. അതായത് ഉപാസകനും ചക്രം, ഓരോ മന്ത്രത്തിന് എന്തുണ്ട്? ചക്രമുണ്ട്. ഗണപതിയാണെങ്കിൽ ഗണപതി ചക്രമുണ്ട്. ശ്രീവിദ്യ ആണെങ്കിൽ നമ്മുടെ ശ്രീചക്രം തന്നെയുണ്ട്. അപ്പൊ എല്ലാത്തിനും ഐക്യത്വം വരും. അപ്പൊ നമുക്ക് ബാലം മുതൽ എല്ലാ വിദ്യകൾക്കും ഒന്നുണ്ട്. പിന്നെ ഗുരുപാതക ജപം നിർബന്ധമാണ്. ആ പാതുക ഉണ്ട് എന്നതാണ് ശ്രീചക്രത്തിൽ അല്ലെങ്കിൽ അതത് ദേവതയുടെ ചക്രങ്ങളിൽ പ്രവേശിക്കാനുള്ള യോഗം. നമുക്ക് ഐക്യത്വം വരുവാണ്. അതായത് നമ്മൾ ശ്രീവിദ്യ വിദ്യയാണ്, അപ്പൊ നമുക്ക് ശ്രീചക്രമായിട്ടാണ് ഐക്യത്വം വരുന്നത്. അപ്പൊ സാധന ചെയ്യുമ്പോൾ ഈ ഗുരു ഉണ്ടെന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിൽ കയറാനുള്ള യോഗ്യത, ഈ ഐക്യത്വം വരാനുള്ള യോഗ്യത. ഈ ശ്രീചക്രം ഈ ഗുരു ഇല്ലാതെ ഇത് ജപിക്കുകയും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? അതായത് അവിടെ നോക്കാൻ വേണ്ടി, ഈ ശ്രീചക്രത്തിൽ നോക്കാൻ വേണ്ടി 100,000 ദേവതകളും 100,000 യോഗിമാരുണ്ട്.
അപ്പോൾ ഇതിൽ യോഗിനിമാർ നമുക്ക് എന്തൊരു ശാപം വരും. സാധനയുടെ ഐക്യത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരു ഇല്ലെങ്കിൽ ഗുരുപാതക ഉണ്ടെന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള യോഗ്യത. ഗുരു ഉണ്ട്, അതായത് പരമ്പര എന്റെ കണ്ണിയായിട്ടാണ് വരുന്നത് എന്നുള്ള യോഗ്യത. അപ്പോൾ ഒരുപാട് വൈരവന്മാരും അതുപോലെ തന്നെ ദേവതകളും കാവലാണ്. അപ്പൊ പാതകം ഇല്ലാത്തവൻ യോഗിനിമാരുടെ നിരീക്ഷണത്തിൽ ശാപഗ്രസ്തരാവാം. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, അങ്ങനെ ബിയുടെ സുഹൃത്താണ് സാഹിത്യർ എന്ന് പറയും. അദ്ദേഹം എന്താ ഒരു നവാഭരണ ഗുരികളൊക്കെ നന്നായി പാടുന്ന ഒരു സംഗീതജ്ഞന്മാരായിരുന്നു. നവാഭരണ ഗുരിയൊക്കെ നന്നായി പാടുന്നതാണ്. അത് സ്ഥിരം സംഗീതം മാത്രമേ അറിയുള്ളൂ. അവർക്ക് നവാഭരണ ഗുരി ധാരാളം തന്നെ പാടുന്നത്. എല്ലാവർക്കും പ്രശംസ കിട്ടി. അവർ വിചാരിച്ച് ഭയങ്കര അഹങ്കാരം വർദ്ധിച്ചു. അവര് കാലക്രമത്തിൽ അവരുടെ ആരൊക്കെ ചോദിച്ചു, എന്ത് ചോദിച്ചു, നവാഭരണ പൂജ ഇവിടെ നിങ്ങൾക്ക്. അപ്പൊ അവര് അവർ കൃത്യമായി ദീക്ഷയൊന്നും നേടിയില്ല, നവാഭരണ പൂജ ചെയ്തു. നവാഭരണ പൂജ പഠിച്ചു, പുസ്തകങ്ങളൊക്കെ പഠിച്ച് പൂജയൊക്കെ ഉപയോഗിച്ച് നവാഭരണ പൂജ സ്വന്തമായി ചെയ്തു. അതിനുശേഷം അവരുടെ രണ്ടാളും എന്തായി, ചെയ്ത പിറ്റേന്ന് മുതൽ രണ്ട് കണ്ണുകളും കാഴ്ചയില്ല. ഇപ്പൊ നിരവധി ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടും എന്തായില്ല, കാഴ്ച തിരിച്ചു കിട്ടിയില്ല. അവസാനം ഏതോ ഒരു ഗുരുവിന്റെ എത്തിപ്പെട്ടു. ആ ഗുരു പറഞ്ഞു കൊടുത്തു വഴി, അതായത് ഒരു യോഗി ശാപഗ്രസ്തയായിട്ട് ഇവരെ ശപിച്ചിരിക്കുകയാണ്. ശപിച്ച് കൂടെ തന്നെ നിൽക്കുകയാണ് പോവാതെ. അത് നോക്കാൻ ഏർപ്പെടുത്തിയാണ്. ഇത് ആര് ചെയ്യുന്നുണ്ട്, ഗുരുപാതകയിലൊക്കെ ആര് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടി, ഓരോ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ശ്രീകാര്യത്തിൽ യോഗിനിമാരുണ്ട്. പറഞ്ഞാൽ ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള ഒരു യോഗിനി അവരെ ശപിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ, ഗുരു ഇരിക്കുന്ന ദിക്കിനെ നമിക്കാതെ എഴുന്നേൽക്കരുത്. നമുക്ക് ദിവസം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് പല പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുഗീതയിൽ. ഗുരു ഇരിക്കുന്ന ദിക്കിനെ നമിക്കാതെ എഴുന്നേൽക്കരുത്. ഗുരു ഉള്ളപ്പോൾ മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്തുകൂടാ. അടുത്തതാണ്, ഗുരുവിന്റെ വസ്തു ഗുരു തരാതെ ഒരിക്കലും അനുഭവിക്കരുത്. ഗുരുവിന്റെ ഒന്നും തന്നെ കാലുകൊണ്ട് തൊടരുത്. നെക്സ്റ്റ് ഗുരു പോകുമ്പോൾ പിന്നാലെ പോവുക, നിഴലിനെ കടക്കരുത്. ഇത് നമ്മുടെ ജ്യോതിഷ ഗുരുവൊക്കെ പറയാറുണ്ട്. എൻ്റെ നിഴലിനെ കടന്നു പോകുന്ന എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഗുരുനാഥ ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഗുരുവിന്റെ നിഴല നമ്മൾ പോകും പറയും എപ്പോഴും, എൻ്റെ നിഴൽ തുടർന്ന് പറയും. ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അദ്ദേഹം. ഗുരുവിനെ നിന്ദിക്കുന്നത് കണ്ടാൽ നാവ് ഛേദിക്കാൻ കഴിയില്ലെങ്കിൽ ഓടിക്കളയുക. അതായത് നമുക്ക് ആരാണോ നിന്ദിക്കുന്നത് അവന്റെ നാവ് ഛേദിക്കാൻ, എല്ലാ പിള്ളേരെ നാവ് ഛേദിക്കാൻ നമുക്ക് കഴിയില്ല, ഇന്ന് ആരെയും പറ്റില്ല. നമ്മൾ ഓടിക്കളയുക, അതാ വഴി. നമ്മൾ കേൾക്കില്ല ഗുരുവിന്റെ പലപ്പോഴും പലരും പറയുന്നത്. അപ്പോൾ നമുക്ക് നാവ് ഛേദിക്കാൻ കഴിയില്ലെങ്കിൽ ഓടിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗുരു തരുന്ന, അത് നമുക്ക് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുരു തരുന്ന, അതായത് പ്രസാദത്തിന്റെ ബാക്കി നമുക്ക് തരും. ഗുരു തരുന്ന ഉച്ചിഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുവിന്റെ ഉച്ചിഷ്ടം ഹോമദ്രവ്യം പോലെ സ്വയം ഭക്ഷിക്കുക, ആർക്കും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗുരുനാഥ് ചിലപ്പോഴും അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ഭാഗത്തൊക്കെ തരും. അപ്പോൾ നമ്മുടെ വേണ്ടാന്നൊക്കെ പറയും. അജി ഒരു പ്രാവശ്യം കിട്ടി, 2 പ്രാവശ്യം കിട്ടി. അത് ഹോമദ്രവ്യം പോലെ തന്നെ സേവിക്കാൻ കാണാറുണ്ട്. അതിന്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായി. ഗുരുഗീത മുഴുവൻ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി. പിന്നെ ഗുരുവിനോട് കളവ്, പ്രിയമില്ലാത്തത് പറയരുത്, കളവ് പറയരുത്. അപ്പൊ ചില ശിഷ്യന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് അതും ആ സാഹിത്യത്തിൽ തന്നെ മറ്റൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കളവ്, അതായത് ഗുരു അദ്ദേഹത്തിന്റെ വേറൊരു സുഹൃത്ത് ഇങ്ങനെ കളവ് ഗുരുവിനോട്, എനിക്ക് മാതംഗി ദീക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗുരുവിനോട് എനിക്ക് സ്വപ്ന ദർശനം തന്നു, ഗുരു മാതംഗി സ്വപ്ന ദർശനം ദീക്ഷ തന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഗുരു എന്താക്കി, അദ്ദേഹത്തിന് ഈ മാതംഗി ദീക്ഷ കൊടുത്തു. അടുത്ത ദിവസം ഗുരുവിന്റെയും കണ്ണുകളുടെ കാഴ്ച മങ്ങി. ഇയാളുടെ 2 കാര്യങ്ങളും നടന്നുപോയി. അപ്പൊ പിന്നെ ഇതിനു ശേഷം അവർ വേറെ ഏതോ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി മനസ്സിലാക്കിയതാണ് അവിടെയും ഒരു യോഗിനി ശാപമാണ്. അതായത് ശിഷ്യൻ പറ്റിച്ചതാണ്. ഇയാൾക്ക് മറ്റുള്ള ശിഷ്യന്മാരെക്കാളും മുകളിലേക്ക് കയറാൻ വേണ്ടി ചെയ്ത പണിയാണ്. എനിക്ക് സ്വപ്നത്തിൽ മാതംഗി വന്നു, എനിക്ക് ഇങ്ങനെ ദീക്ഷ തന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഗുരുവിനോട് ഒരിക്കലും കളവ് പറയുന്നത് ഇങ്ങനത്തെ കളവ് പറയാം. അപ്രിയമായിട്ടുള്ള കളവ് നമ്മൾ ചില പറയേണ്ടി വരും. ഇങ്ങനത്തെ കളവ് ഒരിക്കലും പറയരുത്. അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കേണ്ടത് ഗുരുശാപാണ്. അപ്പൊ ശിവേരുഷ്ടേ ഗുരുസ്താര ഗുരോരുഷ്ടേന കശ്ചന ലബ്ധ കുലഗുരും സമ്പത് ഗുരുമേവ സമാശ്രയേ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ശിവൻ കോപിച്ചാൽ ആര് രക്ഷിക്കും? ഗുരു രക്ഷിക്കും. ഗുരു കോപിച്ചാൽ ആരും രക്ഷിക്കില്ല. അപ്പൊ കുലഗുരുവിനെ വീണ്ടും വണ്ണം ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ശരണം പ്രാപിക്കാനാണ് പറഞ്ഞത്. ഗുരുവിന് തന്നെ ശരണം പ്രാപിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതായത് നമുക്ക് ഗുരുനാഥനെ കുറച്ച് വഴികളൊക്കെ പറഞ്ഞു തരാനുണ്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട്. അല്ലെങ്കിൽ ഗുരുഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വേറെ വഴിയിലാണ്. ഗുരുവിനെ തന്നെ ആശ്രയിക്കും. ഗുരുവിന്റെ അടുത്ത് ചില പോകാൻ പറ്റില്ല. പിന്നെ ശബിച്ച ഗുരുവിന്റെ നമ്മളുടെ പോകുന്നത്
അപ്പൊ മുനിമാര്, സർപ്പങ്ങൾ, ദേവശാപം, കാലമിത്രിഭയം, ഇതിൽ നിന്നെല്ലാം ഗുരു നമ്മളെ രക്ഷിക്കുന്നു. ഗുരുശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേവന്മാർക്കോ ഋഷിമാർക്കോ സാധ്യമല്ല. ഗുരുവിന് മാത്രമേ ഇത് സാധിക്കുള്ളൂ, ഗുരുശാപത്തിൽ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഏത് ദേവതയുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഗുരുശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷയില്ല. പക്ഷെ കാലമൃത്യു ഭയത്തിൽ നിന്ന് പോലും ആർക്ക് നമുക്ക് രക്ഷ ഗുരു തരും. മുനിമാര ശാപത്തിൽ നിന്ന്, സർപ്പങ്ങളിൽ നിന്ന്, ദേവശാപത്തിൽ നിന്ന് ഇതൊക്കെ ഗുരുവിന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ഗുരുശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ആർക്കും പറ്റൂല. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഗുരുശാപം നേടാതിരിക്കുക. പക്ഷെ നമ്മുടെ ജ്യോതിഷ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗുരുശാപ ദ്വിജ അത്വിഗ്രശാപ വിചാരത ജാതകം വിദ്യുതേനോ നൃണാം തദ്ദോഷ പ്രതിക്രിയാം. അതായത് ഗുരുശാപം ദ്വിജ, ദ്വിജ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ്. ദ്വിജ അത്യുഗ്ര സർപ്പശാപം, അത്യുഗ്രമായ സർപ്പശാപം, ആഭിചാരം, ഇത് 4 പരിഹരിച്ച ശേഷം മാത്രമേ നല്ല ഫലം അനുഭവിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു വഴി തന്നാൽ ഒരു 5 ലക്ഷം നമശിവായ ജപിക്കുക, അതുപോലെ തന്നെ അത്ര തന്നെ പ്രണവം ജപിക്കുക, കാശിയിൽ പോവുക, ഗംഗാ സ്നാനമൊക്കെ നടത്തുക. ഇത് മാത്രമല്ല വേറെ അതായത് ഇത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അതായത് പിന്നെ അതിനുള്ള ശുദ്ധീകരണങ്ങൾ വേറെ ചെയ്യേണ്ടി വരും. നമ്മുടെ ജ്യോതിഷത്തിലൊക്കെ 6 വ്യാഴം നിൽക്കുക. അപ്പൊ 6 വ്യാഴം നിൽക്കുന്ന ആൾക്കാരെല്ലാം പലരും എന്തായിരിക്കും, ഗുരുശാപഗ്രസ്തരായിരിക്കും. ലഗ്നാലോ ചന്ദ്രാലോ 6 വ്യാഴം നിൽക്കുക. അതുപോലെ തന്നെ 6-ാം ഭാവാദിന് 9, 9-ാം ഭാവാദിന് 6, പിന്നെ പാപയോഗത്തോട് കൂടിയിട്ട് വ്യാഴം ബാധാരാശിയിൽ. അപ്പൊ ഗുരുശാപം ഉണ്ടോന്നൊക്കെ ജാതകമൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രസം വെച്ചിട്ടൊക്കെ എല്ലാവരും പരിശോധിച്ചോളണം. അല്ലെങ്കിൽ സമ്പ്രദായത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താവും, ആ പരമ്പരയിൽ നിന്ന് ഇറങ്ങിയിരുന്ന ദുരിതങ്ങളൊക്കെ മാക്സിമം അവരെ കയറി പിടിപ്പെടും. അപ്പൊ അത് എല്ലാവരും ഇതായിക്കൊള്ളണം, നോക്കിക്കൊള്ളണം. ഗുരുശാപം എനിക്കുണ്ടോ, അതായത് പലർക്കുണ്ട്, നമ്മുടെ പലർക്കുള്ളതാണ്. നമ്മൾ പലർക്കും 6-ാം വ്യാഴം, അതെല്ലാ ഗുരുകുലത്തിലും അങ്ങനെയാണ്. നമ്മുടെ ഗുരുനാഥൻ ജ്യോതിഷ ഗുരുനാഥൻ പറയും, ആ ക്ലാസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് 6 വ്യാഴക്കാരുണ്ടാവും. ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നിത്യം പാലിക്കുക, ഗുരു തന്നിരിക്കുന്ന സാധനാ മാർഗങ്ങൾ നിത്യം അനുഷ്ഠിക്കുക, ജ്ഞാനവും മോക്ഷവും കൈവരും. അപ്പൊ ഈ ഗുരുവിനെ ഉപേക്ഷിക്കുന്നത്, അതായത് ഗുരുവിനെ എങ്ങനെ നമുക്ക്, അതായത് ശുദ്ധ ഗുരുവാണെങ്കിൽ ഉപേക്ഷിക്കാവും. എല്ലാവരെ പരമഗുരുവിനെ കിട്ടിയാൽ ആരും ഉപേക്ഷിക്കാൻ നിൽക്കരുത്. ശുദ്ധ ഗുരുവിനെ കിട്ടിയാൽ ഉപേക്ഷിക്കാവും. കാരണം ഗുരുവിനെ ഉപേക്ഷിക്കാൻ ഒരു മാർഗം ഇല്ല സത്യത്തില്. ഗുരുത്യാഗാ ഭവേൻ മൃത്യു മന്ത്രത്യാഗാ ദരിദ്രത ഗുരുമന്ത്ര പരിത്യാഗി ഗൗരവം നരകപ്രജേ. അതായത് ഗുരുവിനെ തേച്ച് കഴിഞ്ഞാല് മൃത്യുവാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. മന്ത്രം തേച്ചാൽ ദരിദ്രവും. ഗുരുമന്ത്ര പരിത്യാഗിക്ക് ഗൗരവം എന്നുള്ള നരകത്തിലാണ് സ്ഥാനം. ഗുരുവിനെയും മന്ത്രത്തിനെയും തേച്ചാല് ഗൗരവ നരകത്തിലാണ് സ്ഥാനം പറഞ്ഞിരിക്കുന്നത്. അപ്പം പക്ഷെ നമുക്ക് ഗുരുനാഥൻ പറഞ്ഞിരുന്ന ഒരു മാർഗം, അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ടൊക്കെ നമുക്ക് എല്ലാത്തിനും മാർഗം പറഞ്ഞു തരാനുണ്ട്. അപ്പൊ ഇതിനും മാർഗം പറഞ്ഞിട്ടുണ്ട്. വിധി അനുസരിച്ചിട്ട് ഉപേക്ഷിച്ചു പോകാം. അത് നമ്മുടെ ഗുരുവിന്റെ അടുത്ത് തന്നെ പോയി പറയാം, എനിക്കിത് കൊണ്ട് നടത്താൻ പറ്റുന്നില്ല, എങ്ങനെ ഒഴിവാകാം എന്ന് ഗുരുവിനോട് തന്നെ പറയാം. ചില ഗുരുക്കന്മാർ സമ്മതിക്കും, ചില ഗുരുക്കന്മാർ ഒരു വഴിയും പറഞ്ഞില്ല, എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ, നീ പോകണ്ടെന്നൊക്കെയാ പറയുക. അപ്പോ നമ്മുടെ എന്തൊക്കെയാണ്, ഫസ്റ്റ് അവിടെ പോയി സങ്കല്പം കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ്, വസ്ത്രം, വെറ്റില, അടക്ക, ദക്ഷിണ എല്ലാം വെച്ച് ഗുരുവിനും, ഗുരുപത്നി ഉണ്ടെങ്കിൽ ഗുരുപത്നിക്കും വെച്ച് സമർപ്പണം ചെയ്ത്, ഞാൻ സ്വീകരിച്ച സമ്പ്രദായം, വിദ്യ, മന്ത്രം, അതിന്റെ ജപം, ഈ 4 സമ്പ്രദായം, വിദ്യ, മന്ത്രം, അതിന്റെ ജപം, അതായത് മുഴുവൻ നമ്മൾ എത്ര ജപിച്ചോ അത്ര അത് മുഴുവൻ അഖില വിദ്യകളും സമർപ്പിക്കുന്നു. അവിടെ കിട്ടിയ എല്ലാ വിദ്യയും അത് പോയ പോലെ തന്നെ തിരിച്ചു വരണം. 10 ലക്ഷം ജപിച്ചിട്ടുണ്ടെങ്കിൽ അത് 10 ലക്ഷവും തിരിച്ച് സമർപ്പിക്കണം. സമ്പ്രദായ ദേവതയിൽ സമർപ്പിക്കുക, ഗുരുപരമ്പരയിലേക്ക് സമർപ്പിച്ച് എങ്ങനെ വന്നോ അതുപോലെ തന്നെ തിരിച്ചു പോകണം ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മന്ത്രമോ വിദ്യയോ എടുത്ത് ഉപയോഗിക്കാനും പാടില്ല. അവിടുന്ന് പഠിച്ച മന്ത്രമോ വിദ്യയോ ഒന്നും എടുത്ത് പരിശീലിക്കരുത്. പിന്നെ വിധി അനുസരിച്ച് ചെയ്താൽ, പ്രാവശ്യം ചെയ്താൽ, പിന്നെ കാശിയിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഇതുപോലെ കുറച്ച് ലക്ഷം ഗുരുവൊക്കെ ജപിച്ച് ഗുരുവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം വിധിപ്രകാരം എല്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ സമ്പ്രദായമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ച ദേവത ഉണ്ടാവും, അനാഥാവും. അതുപോലെ തന്നെ ആ ഗുരു നമുക്ക് അനാഥാവും. സദാശിവ മുതൽ അവനവന്റെ ഗുരു വരെ നമുക്ക് വിരുദ്ധാവും. അപ്പൊ ദേവതക്ക് നമ്മൾ ആ ഉപേക്ഷിച്ച ദേവത കുറച്ചു കാലമൊക്കെ വിട്ടു നിൽക്കും. പിന്നീട് എന്ത്, ആ ദേവത തന്നെ ബാധാസ്വരൂപമാവും. അപ്പൊ രാശി വെച്ചാൽ നമുക്ക് ഗുരുസ്ഥാനത്ത് നിന്ന് എന്ത് വന്നിട്ടുണ്ട്, ബാധ വന്നിട്ടുണ്ട്. അതായത് ഗുരു ഗുണപ്രതിന്നൊക്കെ അവിടെ വിചാരിക്കുക. അപ്പോ ദേവത അവർക്ക് ബാധ്യമാവുന്നതിന് ഇരട്ടി ശക്തി ആർക്കും ബാധ്യമാവും, ആ ഗുരുവിനും ബാധ്യമായി തീരും. ഗുരുപരമ്പരയെ മുഴുവൻ ദേവത പ്രശ്നം വിതയ്ക്കും.
സാധനയ്ക്കും ജ്ഞാനത്തിനും നമുക്ക് തടസ്സമാവും. ഗുരുകുലത്തിനെ ബാധിക്കാം. വിധി അനുസരിച്ചിട്ട് ഉപേക്ഷിക്കാം, അല്ലാതെ നമ്മൾ ഉപേക്ഷിക്കരുത്. ജന്മജന്മാന്തരമായിട്ട് പാപം ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ഇനിയിപ്പോൾ 5 ജന്മമൊക്കെ ബാക്കിയുള്ളെങ്കിൽ പിന്നെ ആ ജന്മത്തിന്റെ അളവ് കൂടി 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 നമുക്ക് ഗുരുത്തിൽ നിന്ന് ഒരു കാലത്തും കരകയറാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെ ഗുരുകുലത്തിലൊക്കെ വന്ന സംഭവമാണ്. ഇത്രയൊക്കെ പറഞ്ഞത് ഒരുപാട് സംഭവം.